നമുക്കിന്നൊരു സോളോ ട്രിപ്പ് പോയാലോ? കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. മൈൻഡൊക്കെ ഒന്ന് കാമാക്കി റിലാക്സ്ഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുള്ളത്. അങ്ങനൊരു ട്രിപ്പിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. എവിടെയൊക്കെ പോകണതെന്നൊക്കെ ഞാൻ പയ്യെ പറയാം. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. സ്ഥിരമുള്ള എൻ്റെ വീക്ക്നെസ്സായ പച്ചപ്പും ഹരിതാപമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പയ്യെ നമ്മൾ പോയി. അപ്പോൾ ദേ അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഒരു കഴിക്കും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ പയ്യെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതേ ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ബീസിനെ വളർത്തുന്നൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ പുള്ളി എത്ര നൈസായിട്ടാണെന്നോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ആൾ പൊക്കുന്നതോടും എനിക്ക് പേടിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. അതാണെങ്കിലോ അതിനൊരു ഡ്രസ്സുള്ളൊരു സ്ഥലം. അവിടെയാണെങ്കിലും ഒരു പൂരം നടക്കുന്നുണ്ടായിരുന്നു. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ. തൃശ്ശൂർ, പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ. എനിക്കാണെങ്കിൽ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള സ്ഥലം തൃശ്ശൂരാണ് കേട്ടോ. എന്തുകൊണ്ടെന്നറിയില്ല, അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് പോലെയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നൈസാണ് കേട്ടോ തൃശ്ശൂരുള്ളത്. അവിടുത്തെ ആൾക്കാരുടെ സംസാരമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് ഈ പള്ളി കണ്ടോ, നല്ല രസമില്ല. ഇങ്ങനത്തെ കുറേ പള്ളി കാണാൻ പറ്റിയിട്ടോ അവിടെ എത്തിയപ്പോൾ. എനിക്ക് ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇത് പോണ വഴിക്കാണെങ്കിൽ വീണ്ടും കരിക്കിൻ്റെ സ്പോട്ട് കണ്ടപ്പോൾ ഒരു കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ അടുത്ത ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിലാണെങ്കിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. റിലാക്സ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ വേറൊരു ബീച്ചിൽ പോയി. അവിടെ പാർക്ക് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പോകാനും സമയമായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.